Dear students, welcome to our next video. Today we are dealing with the topic price elasticity of demand. So, first of all, what is price elasticity of demand? Price elasticity of demand is defined as the ratio of the percentage change in quantity demanded to the percentage change in price. ഡിമാൻഡിൽ വരുന്ന മാറ്റ ശതമാനവും അതുപോലെ വിലയിലെ മാറ്റ ശതമാനവും തമ്മിലുള്ള അനുപാതത്തിനെയാണ് നമ്മൾ സിംപ്ലി പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. Then the mathematical expression. Mathematically, the price elasticity of demand can be expressed as percentage change in quantity demanded divided by the percentage change in price, and symbolically it can be expressed as EP, which is equal to delta Q divided by delta P multiplied by P by Q. Mathematically, price elasticity of demandനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന ഇക്വേഷനാണ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഡിമാൻഡിൽ വരുന്ന മാറ്റ ശതമാനവും അതുപോലെ വിലയിൽ വരുന്ന മാറ്റ ശതമാനവും തമ്മിലുള്ള അനുപാതമാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന്. ദെൻ നമ്മൾ പറഞ്ഞ ആ ഒരു ഇക്വേഷനെ നമുക്ക് സിംപ്ലി അല്ലെങ്കിൽ സിംബോളിക്കലി ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാം. ഇ പി വിച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ പി മൾട്ടിപ്ലൈഡ് ബൈ പി ബൈ ക്യൂ. ഇതാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള ഇക്വേഷൻ. ഇവിടെ ഇ പി ഇക്വേഷൻ ശ്രദ്ധിക്കുക. ഇക്വേഷനിൽ ഇ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ദെൻ അതുപോലെ നമുക്ക് കാണാൻ പറ്റുന്ന വേറെ then Q, which simply represents original quantity demanded. Likewise, P is the original price, and delta Q, which simply represents change in quantity demanded. ഒരു വേരിയബിളിൽ വരുന്ന മാറ്റത്തിനെ സൂചിപ്പിക്കാനാണ് നമ്മൾ ഗ്രീക്ക് ലെറ്റർ ആയിട്ടുള്ള ഡെൽറ്റ ഉപയോഗിക്കുന്നത്. Then Q, which simply represents original quantity demanded. Likewise, P is the original price, and delta Q, which simply represents change in quantity demanded. ഒരു വേരിയബിളിൽ വരുന്ന മാറ്റത്തിനെ സൂചിപ്പിക്കാനാണ് നമ്മൾ ഗ്രീക്ക് ലെറ്റർ ആയിട്ടുള്ള ഡെൽറ്റ ഉപയോഗിക്കുന്നത്. ഇവിടെ ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ വരുന്ന ചേഞ്ചിനെയും അതുപോലെ ഡെൽറ്റ പി എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ പ്രൈസിനെയും റെപ്രസെന്റ് ചെയ്യുന്നു. Then let us look into the practical example of price elasticity of demand. Dear students, suppose that price of a commodity falls down from rupees 10 to rupees 9 per unit, and due to this change the quantity demanded of the commodity increased from 100 units to 120 units. So, here, what is the price elasticity of demand? Example ശ്രദ്ധിക്കുക. എക്സാമ്പിൾ പ്രകാരം നമ്മൾ പറഞ്ഞത്, ഇമാജിൻ ദാറ്റ് ഒരു കൊമോഡിറ്റിയുടെ പ്രൈസ് ഡിക്ലൈൻ ചെയ്തു. 10 rupees ആയിരുന്ന പ്രൈസ് 9 rupees ആയിട്ട് ഡിക്ലൈൻ ചെയ്തു. നമുക്കറിയാം, പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിൽ ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണുള്ളത്. പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടും, പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയും. അതുകൊണ്ട് തന്നെ ഈ ഒരു സിറ്റുവേഷനിൽ പ്രൈസ് കുറഞ്ഞപ്പോൾ ഡിമാൻഡിൽ അവിടെ ഇൻക്രീസ് സംഭവിച്ചു.
ഡിമാൻഡ് ഇനീഷ്യലി 100 യൂണിറ്റ്സ് ആയിരുന്നത് 120 യൂണിറ്റ്സ് ആയിട്ട് ഇൻക്രീസ് ചെയ്തു. ഈ ഒരു എക്സാമ്പിൾ പ്രകാരം പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എത്രയാണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്കെങ്ങനെ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാം എന്ന് നോക്കാം. പ്രോബ്ലത്തിൽ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു ഇനീഷ്യൽ പ്രൈസ് 10 rupees ആണ്. Likewise, the initial quantity demanded is 100 units. And the change in price is rupees 10 minus rupees 9, which is equal to rupees 1. And the change in quantity demanded, which is equal to 120 minus 100, and which is equal to 20 units. ഇവിടെ ഇനീഷ്യൽ പ്രൈസ് 10 rupees ആയിരുന്നു. ചേഞ്ച് ഇൻ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസിൽ വന്നിട്ടുള്ള ചേഞ്ച് 10 rupees ആയിരുന്നത് 9 rupees ആയിട്ട് കുറഞ്ഞു. സോ പ്രൈസിൽ വന്നിട്ടുള്ള ചേഞ്ച് 1 rupees ആണ്. 10 minus 9, which is equal to 1. Then quantity, initial quantity demand ചെയ്തത് 100 units ആയിരുന്നു. Then ക്വാണ്ടിറ്റിയിൽ ചേഞ്ച് വന്നു, ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്തു. ക്വാണ്ടിറ്റി 100 യൂണിറ്റ്സ് ആയിരുന്നത് 120 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. ഇവിടെ നമ്മുടെ ക്വാണ്ടിറ്റിയിൽ വന്നിട്ടുള്ള ഇൻക്രീസ് 20 യൂണിറ്റ്സ് ആണ്. അതായത് 100 ആയിരുന്നത് 120 യൂണിറ്റ്സ് ആയി. സോ അവിടെ ക്വാണ്ടിറ്റിയിൽ വന്നിട്ടുള്ള ചേഞ്ച് 20 യൂണിറ്റ്സിൻ്റെതാണ്. ദെൻ നമ്മൾ പറഞ്ഞു പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ള ഇക്വേഷൻ EP, which is equal to delta Q divided by delta P multiplied by P by Q എന്നുള്ള ഇക്വേഷൻ ആണ്. ഇതിൽ നമുക്ക് ഡെൽറ്റ Q 20 ആണെന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. അതുപോലെ ഡെൽറ്റ P 1 ആണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തു. ദെൻ P ആൻഡ് Q വരുന്നത് 10 and 100 ആണ്. സോ നമ്മൾ ആ വാല്യൂസ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. സോ 20 divided by 1 multiplied by 10 divided by 100, which is equal to 2 divided by 1, which is equal to 2%. ഇവിടെ നമുക്ക് വന്നിട്ടുള്ള സൊല്യൂഷനിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആയിട്ട് വരുന്നത് 2% ആണ്. The quantity demanded increases by 2% due to a fall in price by rupees 1. Then next നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് types or degrees of price elasticity of demand ആണ്. First one, perfectly elastic demand, which is equal to infinity, and second one, perfectly inelastic demand, which is equal to 0. Third one, relatively elastic one, which is greater than 1, and fourth one, relatively inelastic demand, which is less than 1, and finally unitary elastic demand, which is equal to 1. Then അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടൈപ്സ് ഓർ ഡിഗ്രീസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആണ്. അതിൽ ആദ്യത്തെ ഡിഗ്രി അല്ലെങ്കിൽ ആദ്യത്തെ ടൈപ്പ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആയി വരുന്നത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് ആണ്. Here the quantity demanded increases infinitely with a small fall in price, or quantity demanded falls to 0 with a small rise in price. Then the second type is perfectly inelastic demand, which is equal to 0. Here the demand remains constant whatever may be the price. That means price may rise or fall. Demand is perfectly inelastic if a change in price does not influence the quantity demanded. If the demand is perfectly inelastic, the demand curve will be a vertical straight line,
and the elasticity is zero when quantity demanded does not respond to a price change. Then second ആയിട്ട് നമ്മൾ പറയുന്നത്, സെക്കൻഡ് ടൈപ്പ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആണ്. വിലയിലുണ്ടാകുന്ന മാറ്റം ഡിമാൻഡിൽ യാതൊരു തരത്തിലുള്ള മാറ്റവും ഉണ്ടാക്കുന്നില്ല എങ്കിൽ ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് വരക്കുമ്പോൾ നമുക്ക് ഡിമാൻഡ് കർവ് ഒരു വെർട്ടിക്കൽ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടായിരിക്കും കിട്ടുന്നത്. ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഫിഗറിൽ ഡി എന്ന് പറഞ്ഞ് നമ്മൾ ഒരു ഡിമാൻഡ് കർവ് വരച്ചിട്ടുണ്ട്. ഫിഗറിൽ OX ആക്സിസിൽ മാർക്ക് ചെയ്തിട്ടുള്ളത് ക്വാണ്ടിറ്റി ഡിമാൻഡും OY ആക്സിസിൽ മാർക്ക് ചെയ്യുന്നത് പ്രൈസുമാണ്. പ്രൈസ് എത്ര ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലും, പ്രൈസിൽ എന്ത് മാറ്റം വന്നു കഴിഞ്ഞാലും, പ്രൈസ് ഡിക്ലൈൻ ചെയ്തോട്ടെ പ്രൈസ് ഇൻക്രീസ് ചെയ്തോട്ടെ, പ്രൈസിൽ വരുന്ന ഇൻക്രീസിനെ P2 എന്ന് പറഞ്ഞു, പ്രൈസിൽ വരുന്ന ഡിക്ലൈനിനെ P1 എന്ന് പറഞ്ഞിട്ടുമാണ് നമ്മൾ ഫിഗറിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. പ്രൈസിൽ എന്ത് മാറ്റം വന്നു കഴിഞ്ഞാലും നമ്മളുടെ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് വരുന്നത് OM ലെവൽ ഓഫ് ക്വാണ്ടിറ്റിയാണ് നമ്മൾ എല്ലാ ടൈമിലും ഡിമാൻഡ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. Then relatively elastic demand, which is greater than 1. Percentage change in demand is greater than the percentage change in price. It is called relatively elastic demand. വിലയിലുണ്ടാകുന്ന മാറ്റ ശതമാനത്തിനേക്കാൾ കൂടുതലാണ് ഡിമാൻഡിലുണ്ടാകുന്ന മാറ്റ ശതമാനം എങ്കിൽ അതിനെ നമ്മൾ റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നു. If the percentage change in quantity demanded is greater than the percentage change in price, the demand is said to be elastic or relatively elastic. Figure ശ്രദ്ധിക്കുക, ഫിഗറിൽ ഇനീഷ്യൽ പ്രൈസ് വരുന്നത് OP ആണ്. ഇനീഷ്യൽ പ്രൈസിൽ നമ്മളുടെ ക്വാണ്ടിറ്റി വരുന്നത് OM ലെവൽ ഓഫ് ക്വാണ്ടിറ്റി ആണ് വരുന്നത്. ദെൻ ഫിഗറിൽ പ്രൈസ് കുറയുന്ന സിറ്റുവേഷൻ ആണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനീഷ്യൽ പ്രൈസ് ആയിരുന്ന OP1 ആയിട്ട് ഡിക്ലൈൻ ചെയ്തു. പ്രൈസ് ഡിക്ലൈൻ ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് OM ആയിരുന്ന ക്വാണ്ടിറ്റി ഡിമാൻഡഡ് OM1 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. അപ്പൊ അതിൽ നിന്ന് തന്നെ ക്ലിയർ ആണ്, നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട് പ്രൈസിൽ വന്ന ചേഞ്ചിനെ ഡെൽറ്റ P എന്ന് പറഞ്ഞിട്ടും, അതുപോലെ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ വന്ന ചേഞ്ചിനെ ഡെൽറ്റ Q എന്നും പറഞ്ഞ് നമ്മൾ ഫിഗറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഡിസ്റ്റൻസ് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രൈസിൽ വന്ന ആ ഒരു ചേഞ്ചും ക്വാണ്ടിറ്റി ഡിമാൻഡിൽ വന്ന ആ ഒരു ചേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ ക്ലിയർ ആണ്, പ്രൈസിൽ വന്ന ചേഞ്ചിനേക്കാളും കൂടുതലാണ് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ വന്നിരിക്കുന്ന ചേഞ്ച്. അതിനെയാണ് നമ്മൾ സിംപ്ലി റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 1. Then fourth one is relatively inelastic demand. Percentage change in quantity demanded is less than the percentage change in price. It is called relatively inelastic demand, which is less than 1. If the percentage change in quantity demanded is less than the percentage change in price, the demand is said to be inelastic or relatively inelastic. When demand is inelastic, a fall in price leads to a less than proportionate rise in quantity demanded. വിലയിലുണ്ടാകുന്ന മാറ്റ ശതമാനത്തേക്കാൾ കുറവാണ് ഡിമാൻഡിലുണ്ടാകുന്ന മാറ്റ ശതമാനം എങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ക്ലിയർ ആവും. ഇനീഷ്യൽ പ്രൈസ് OP ആണ്, ഇനീഷ്യൽ ക്വാണ്ടിറ്റി OM ലെവലാണ്. പ്രൈസ് ഡിക്ലൈൻ ചെയ്തു, OP എന്ന പ്രൈസ് OP1 ആയിട്ട് ഡിക്ലൈൻ ചെയ്തു. പ്രൈസിൽ വന്ന ആ ഒരു ചേഞ്ചിനെ നമ്മൾ ഡെൽറ്റ P എന്ന് പറഞ്ഞുകൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ അതുപോലെ ക്വാണ്ടിറ്റി
ഡിമാൻഡഡ് പ്രൈസിൽ ഒരു ചേഞ്ച് വന്നപ്പോൾ അല്ലെങ്കിൽ പ്രൈസിൽ ഒരു ഡിക്ലൈൻ വന്നപ്പോൾ പ്രൈസ് OPയിൽ നിന്നും OP1 ആയി ഡിക്ലൈൻ ചെയ്തപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ഒരു ചെറിയ ഇൻക്രീസ് വന്നിട്ടുണ്ട്. എന്നിരുന്നാൽ പ്രൈസിൽ വന്ന അത്രമാത്രം ചേഞ്ച് നമുക്ക് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ കാണാൻ സാധിക്കില്ല. ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇനീഷ്യലി OM ലെവലായിരുന്നു. ആ ക്വാണ്ടിറ്റി ഡിമാൻഡ് OM1 ആയി മാത്രമാണ് ചേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണ്? പ്രൈസിൽ വരുന്ന മാറ്റത്തിനേക്കാളും കുറവ് മാറ്റമാണ് അല്ലെങ്കിൽ കുറവ് ചേഞ്ച് ആണ് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത്തരം റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. Then finally, unitary elastic demand, which is equal to 1. Here, the percentage change in quantity demanded is equal to the percentage change in price. If the percentage change in quantity demanded is exactly equal to the percentage change in price, the demand is said to be unitary elastic. When demand is unitary elastic, a fall in price leads to equal proportionate rise in quantity demanded. When the percentage change in quantity demanded is exactly equal to the percentage change in price, the value of the elasticity coefficient is equal to 1 and the unitary elastic demand curve takes the shape of a rectangular hyperbola. അടുത്തത് നമ്മൾ പറയുന്നത് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്താണെന്നുള്ളതാണ്. വിലയിലുണ്ടാകുന്ന മാറ്റശതമാനവും ഡിമാൻഡിലുണ്ടാകുന്ന മാറ്റശതമാനവും തുല്യമാണെങ്കിൽ അതിനെയാണ് നമ്മൾ യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇത്തരം യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് കർവിന്റെ ആകൃതി അല്ലെങ്കിൽ നമ്മൾ വരയ്ക്കുമ്പോൾ ഡിമാൻഡ് കർവിന് ഒരു കിട്ടുന്ന ആ ഒരു ഷേപ്പിനെയാണ് നമ്മൾ റെക്ടാങ്കുലർ ഹൈപ്പർബോള എന്ന് പറയുന്നത്. ഫിഗറില് ഡിമാൻഡ് കർവിന് വന്നിട്ടുള്ള ഈ ഒരു ഷേപ്പിനെയാണ് നമ്മൾ റെക്ടാങ്കുലർ ഹൈപ്പർബോള എന്ന് പറയുന്നത്. അതായത് പ്രൈസിൽ ഉണ്ടാകുന്ന സെയിം ചേഞ്ച് തന്നെയായിരിക്കും ക്വാണ്ടിറ്റി ഡിമാൻഡിലും ഉണ്ടാകുന്നത്. ഇനീഷ്യൽ പ്രൈസ് OP ആയിരുന്നു, ഇനീഷ്യൽ ക്വാണ്ടിറ്റി OM ആണ്. പ്രൈസ് ഡിക്ലൈൻ ചെയ്തു, OP1 ആയി ഡിക്ലൈൻ ചെയ്തു. ആ ഒരു ടൈമിൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തു, OM1 ആയി ഇൻക്രീസ് ചെയ്തു. ഇവിടെ വന്നിട്ടുള്ള പ്രൈസിൽ വന്നിട്ടുള്ള ചേഞ്ച് PP1ഉം അതുപോലെ തന്നെ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ വന്നിട്ടുള്ള ചേഞ്ച് MM1 or സിംപ്ലി ഡെൽറ്റ D എന്ന് പറയുന്നതും എക്സാക്ട്ലി ഈക്വൽ ആയിരിക്കും. ഇങ്ങനെ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്.